നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജയവും പരാജയവും നോക്കി മുന്നണി മാറാനില്ലെന്ന് ജോസ് കെ മാണി. ഇടതു മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും. രാജ്യസഭാ സീറ്റിന് പകരം മറ്റൊരു പദവി ഏറ്റെടുക്കില്ലെന്നും ജോസ് കെ മാണി. CPM-ഉം കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ BJP-യെ പഴിചാരണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. CPM-ന്റേത് തരം താണ രാഷ്ട്രീയം. കോട്ടയം മുണ്ടകം ഭാഗത്തെ 200-ലധികം കുടുംബങ്ങൾ ദുരിതക്കയത്തിൽ. മഴക്കാലമായാൽ പാടത്തുനിന്നും വെള്ളം വീടുകളിൽ കയറും. മൂർഖൻ പാമ്പിന്റെ ശല്യവും രൂക്ഷം. വാർത്തകൾ വിശദമായി. ജയവും പരാജയവും നോക്കി മുന്നണി മാറാനില്ലെന്ന് ജോസ് കെ മാണി. ഇടതുപക്ഷത്തു തന്നെ ഉറച്ചു നിൽക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ വേണമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ജോസ് കെ മാണി അറിയിച്ചു. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. ജയവും പരാജയവും നോക്കി മുന്നണി മാറാനില്ല. UDF-ൽ നിന്നും പുറത്താക്കിയപ്പോഴായിരുന്നു LDF-ലേക്കെന്ന രാഷ്ട്രീയ തീരുമാനം എടുത്തത്. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. BJP-യോ മറ്റേതെങ്കിലും മുന്നണിയോ ഇതുവരെ സമീപിച്ചിട്ടില്ല. കോട്ടയത്തെ തോൽവി ചർച്ച ചെയ്തിട്ടില്ല. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് CPM ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷ. തീരുമാനം തിങ്കളാഴ്ച അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് എന്നാൽ രാജ്യസഭാ സീറ്റ് തന്നെയാണെന്നും പകരം മറ്റൊരു പദവി എന്ന ചർച്ച ഇല്ലെന്നും ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ജോസ് കെ മാണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CPM-ഉം കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാൻ BJP-യെ പഴിചാരുന്ന തരം താണ രാഷ്ട്രീയമാണ് CPM കളിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. സഹകരണ മന്ത്രിയുടെ മണ്ഡലത്തിൽ UDF-ന് വോട്ട് കൂടിയതെങ്ങനെയെന്ന് പറയണമെന്നും ലിജിൻ ലാൽ പറഞ്ഞു. CPM-ഉം കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാൻ BJP-യെ പഴിചാരുന്ന തരം താഴ്ന്ന രാഷ്ട്രീയമാണ് CPM കളിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി BJP ഡീൽ നടത്തുന്നുവെന്ന CPM ജില്ലാ സെക്രട്ടറി AV റസലിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു ലിജിൻ ലാൽ. തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന തരം താണ കളിയായി മാത്രമായതെന്നും ലിജിൻ ലാൽ പറഞ്ഞു. ഇവിടെ CPM-ന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ട് പുറകോട്ട് പോയപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ വോട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടു കൂട്ടരുടെയും ആശങ്കയുണ്ട്, രണ്ടു കൂട്ടർക്കും ആശങ്കയുണ്ട്. ഇപ്പൊ കേരളത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര നിയമസഭാ മണ്ഡലത്തിൽ അവരുടെ MLA-മാരും മന്ത്രിമാരുടെ മണ്ഡലത്തിൽ അവർ പുറകോട്ട് പോയിട്ടുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവരുടെ സീറ്റുകൾ, അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ വോട്ട് ഷെയർ പുറകോട്ട് പോയിട്ടില്ലേ? ഇതൊക്കെ തിരുവഞ്ചൂരായിട്ടുള്ള ഡീലിന്റെ പേരിലാണ്. അപ്പൊ അതൊക്കെ ഈ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഇപ്പോൾ ആ മുന്നണിക്കകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അനാവശ്യമായി BJP-യുടെ മേല് പഴിചാരുന്ന തരം താണ രാഷ്ട്രീയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. കേരളത്തിൽ മുഴുവൻ LDF പരാജയപ്പെട്ടത് ഡീൽ കൊണ്ടാണോ എന്നും ലിജിൻ ലാൽ ചോദിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവന്റെ മണ്ഡലത്തിൽ UDF-ന് വോട്ട് കൂടിയത് എങ്ങനെയെന്നും CPM പറയണമെന്നും BJP ഇലക്ഷനിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്നും ലിജിൻ ലാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഒറ്റ മഴ മതി മുണ്ടകം മുങ്ങും. കോട്ടയം നീലിമംഗലം മുണ്ടകം ഭാഗമാണ് ഒറ്റ മഴയിൽ വെള്ളത്തിലാകുന്നത്. തരിശു കിടക്കുന്ന മുണ്ടകം പാടശേഖരത്തിൽ നിന്നും 200-ഓളം വീടുകളിലേക്ക് വെള്ളം കയറും. കോട്ടയം നഗരസഭയുടെ 4-ാം വാർഡാണ് മുണ്ടകം പാടം ഭാഗം. മീനച്ചിലാറിന്റെ കൈവഴിയിൽ നിന്നും ഒരു ചെറിയ തോട് മുണ്ടകപ്പാടം പാടശേഖരത്തിലേക്കുണ്ട്. തരിശു കിടക്കുന്ന മുണ്ടകം പാടശേഖരത്തെ വെള്ളമാണ് വീടുകളിൽ കയറുന്നത്. 200-ഓളം വീട്ടുകാരാണ് വെള്ളക്കെട്ട് മൂലം കാലങ്ങളായി ദുരിതം അനുഭവിക്കുന്നത്. വെള്ളം കയറുക നമ്മുടെ നീലിമംഗലത്തു നിന്ന് വരുന്ന ആറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ വെള്ളം മാക്ക് പിടിച്ചാൽ ഇവിടെ വെള്ളമാണ്. ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ശല്യമുള്ള ഈ ഭാഗമാണ് മുണ്ടകം എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ വെള്ളം കയറാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ആറ്റിൽ നിന്ന് വെള്ളം, ആറ് വഴി വരുന്ന വെള്ളം ഇവിടെ വരാതെ പോകത്തില്ല. തടയാനായിട്ട് അവിടെ ഷട്ടർ പണിയാനായിട്ട് നേരത്തെ അവിടെ പാടത്തിൻ്റെ ഷട്ടർ പണിയാൻ വേണ്ടി 3 തൂണ് കുഴിച്ചിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇപ്പം 3 തൂണ് അവിടെ കുഴിച്ചിട്ടിരിക്കുന്നുണ്ട്. വെള്ളം ഇവിടുന്ന് ഇറങ്ങിപ്പോകാനും ബുദ്ധിമുട്ടാണ്. അതെ, ആറ് മൂടി ആറുമ്പോൾ മണൽ വാരുന്നില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് കിടക്കുക. ഇവിടെ ഏറ്റവും ആദ്യം കയറുന്നത് എൻ്റെ വീട്ടിൽ. ഇവിടെ എല്ലാ വീട്ടിലും കയറും. ഇത്തവണ ഇവിടെ ഇത്രയും വരെയൊക്കെ കയറി. പിന്നെ ഞങ്ങളിവിടെ ക്യാമ്പിൽ പോവും. ഇവിടെ അടുത്തൊരു പള്ളിയുടെ ക്യാമ്പുണ്ട്, അവിടെയാണ്.
മഴക്കാലത്ത് ആറ്റിലെ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് പാടശേഖരത്തിലേക്ക് വെള്ളം കയറുകയും തുടർന്നുണ്ടാകുന്ന മഴവെള്ളം ഒഴുകിപ്പോകാതെ സമീപത്തെ വീടുകളിലേക്ക് കയറുകയുമാണ് ചെയ്യുന്നത്. പാടശേഖരത്തിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ഒരു ബണ്ട് പണിതെങ്കിലും അത് പൂർത്തിയാക്കിയിട്ടില്ല. ബണ്ടിന്റെ തൂണുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് മീനച്ചിലാറിൻ്റെ കൈവഴി നമ്മുടെ ഈ വാർഡിൻ്റെ പ്രദേശത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഒരു ചെറിയ തോട്, ചെറുവൈങ്കളം എന്ന് പറയുന്ന തോട്ടിലേക്ക് വെള്ളം ഒഴുകുകയും ആ വെള്ളം പാടശേഖരത്തിൽ വന്ന് നിറഞ്ഞ് വീടുകളിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെയാണ് വീടുകളിലേക്ക് വെള്ളം കയറുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ കലുങ്കുണ്ട്. ആ കലുങ്കിനകത്ത് തൂണുകൾ എന്ന് പറയുന്നത് ഒരു തൂണുകൾ നിൽക്കുന്നത് കൊണ്ട് വെള്ളം തിരിച്ച് ഒഴുകിപ്പോകുന്നതിന് വളരെയധികം താമസമുണ്ട്. അതുകൊണ്ട് കയറിയുന്ന വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ തൂണുകൾ പുതുക്കി പണിതുകൊണ്ട് പാലം പുതുക്കി പണിയുകയും റോഡ് ഉയർന്ന രീതിയിലേക്ക് പൊക്കി പണിയുകയും നീലിമംഗലം പുത്തേട്ട് റോഡിൻ്റെ ഭാഗത്തും മുണ്ടകം പള്ളിപ്പുറം റോഡും മണ്ണിട്ടുയർത്തി പൊക്കി പണിതെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇവിടുത്തെ കിണറുകളും വെള്ളത്തിനടിയിലായിരുന്നു. പ്രദേശത്തിപ്പോൾ മൂർഖൻ പാമ്പിന്റെ ശല്യം അധികമാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റേഡിയോ 90 FM ഇനി സ്കൂളുകളിലേക്കും. അമൽ ജ്യോതി റേഡിയോ 90 FM സ്കൂളുകളിൽ റേഡിയോ 90 ക്ലബിന് തുടക്കം കുറിച്ചു. ഒരേ സ്വരത്തിൽ ഒന്നായി വളരാം എന്ന ആപ്തവാക്യവുമായി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സമൂഹത്തെയും കുട്ടികളെയും നശിപ്പിക്കുന്ന മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റ് ചതിക്കുഴികൾക്കുമെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ വിവിധ നൂതന പദ്ധതികളുമായി അമൽജ്യോതി റേഡിയോ 90 FM സ്കൂളുകളിൽ റേഡിയോ 90 ക്ലബിന് തുടക്കം കുറിച്ചു. ഇടക്കുന്ന മേരിമാത പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി കളക്ടർ റോസ്ന ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ഫൈസൽ MS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടക്കുന്ന മേരിമാത പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്മിൻ SABS, റേഡിയോ 90 FM സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ സിജു പുല്ലംപ്ലായിൽ, ക്ലബ്ബ് ജനറൽ കോർഡിനേറ്റർ വർഗീസ് കൊച്ചുകുന്നൽ, റേഡിയോ 90 FM പ്രോഗ്രാം ഡയറക്ടർ ഫാദർ ജോമി കുമ്പുകാട്ട്, റേഡിയോ 90 FM PRO സിനോ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ കുട്ടികൾക്ക് റേഡിയോ 90 ക്ലബ്ബ് മെമ്പർഷിപ്പ് കാർഡ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ഫൈസൽ MS വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മേരിമാത പബ്ലിക് സ്കൂൾ അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ മറ്റ് സ്കൂളുകളിലും റേഡിയോ 90 ക്ലബ്ബുകൾക്ക് തുടക്കം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കെ-ഫോണിന്റെ ഇന്റർനെറ്റ് ശൃംഖല കോട്ടയം ജില്ലയിലും പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ശക്തമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ-ഫോൺ. KSCBയും KSITILും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ-ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക്. സംസ്ഥാനത്താകെ സുശക്തമായ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിച്ച് 30,000-ഓളം സർക്കാർ ഓഫീസുകളിലും 20 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്കും സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഈ സൗകര്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. KSCBയും KSITILും ചേർന്ന് സംയുക്തമായി കെ-ഫോൺ ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തെ ടെൻഡർ വഴി തെരഞ്ഞെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലകളെയും കോറിംഗ് വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ എല്ലാ ജില്ലകളിലെയും സർക്കാർ ഓഫീസുകളെയും മറ്റ് ഗുണഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്നത് ആക്സസ് നെറ്റ്വർക്ക് വഴിയാണ്. ഇതിനായി KSCBയുടെ 375 സബ്സ്റ്റേഷനുകളിൽ പ്രീഫാബ് ഷെൽട്ടറിനുള്ളിൽ ടെലികോം ഉപകരണങ്ങൾ സ്ഥാപിക്കും. ആദ്യഘട്ടത്തിൽ 16,000 വീടുകളിലേക്കുള്ള കണക്ഷനും 10,000 കൊമേഴ്സ്യൽ കണക്ഷനും 6,000 ഓഫീസ് കണക്ഷനും കൊടുത്തു കഴിഞ്ഞതായി കെ-ഫോൺ സീനിയർ മാനേജർ കിരൺ കുമാർ M പറഞ്ഞു. വീടുകളിലേക്ക് മാത്രം 16,000 കണക്ഷൻസ് കൊടുത്തു. അതിനകത്ത് 10,000 കമേഴ്സ്യൽ കണക്ഷൻസ്, 6,000 BPL ഫാമിലീസ്, ഇനി ഏകദേശം 50,000 BPL ഫാമിലീസ്. അതുപോലെ നമ്മൾ പെയ്ഡ് പ്ലാൻ ആയപ്പോൾ നമുക്ക് 299 റുപ്പീസ് ഓൺവേഴ്സ് മന്ത്ലി 300 രൂപയുടെ പ്ലാൻ അവൈലബിൾ ആണ്. നമുക്ക് കണക്ഷൻ ലഭിക്കാൻ പറ്റുന്നത് www.kphone.in എന്ന വെബ്സൈറ്റിൽ കയറി അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 48 നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഡയറക്റ്റ്ലി കെ-ഫോൺ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ കേബിൾ ഓപ്പറേറ്റർ ത്രൂ ആണ്. കെ-ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി 2 വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും 7 വർഷത്തെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് പണികൾക്കുമായി ആകെ 9 വർഷത്തെ കരാറാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പൊൻകുന്നം. വഴിയരികിൽ ഉപേക്ഷിച്ച വളർത്തുനായയ്ക്ക് അഭയമായി വിജയമ്മ.
പുതുപ്പള്ളി മഠത്തിപ്പടിയിൽ വിജയമ്മയുടെ കടയുടെ മുന്നിലാണ് ദിവസങ്ങൾക്ക് മുൻപ് നായയെ ആരോ ഉപേക്ഷിച്ചത്. കുട്ടു എന്ന പേരിൽ ഇപ്പോൾ വിജയമ്മ വളർത്തുകയാണ് ഇവനെ. ഒരാഴ്ച മുമ്പാണ് പുതുപ്പള്ളി മണർകാട് റോഡിൽ മടത്തിപ്പടി റോഡരികിൽ കട നടത്തുന്ന വിജയമ്മയുടെ കടയുടെ സൈഡിൽ വീട്ടുകാർ ഉപേക്ഷിച്ച നിലയിൽ വളർത്തുനായയെ കണ്ടത്. തന്റെ പ്രിയപ്പെട്ടവരെ കാത്ത് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഈ നായ കിടന്നു. ശക്തമായ മഴ ഉണ്ടായപ്പോഴെല്ലാം അവന് ആശ്വാസമായത് വിജയമ്മയുടെ കടയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ വിജയമ്മ ഭക്ഷണം കൊടുത്തുവെങ്കിലും ഒന്നും കഴിച്ചില്ല. തന്റെ യജമാനൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലായിരിക്കാം അവൻ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാകും, അത് ഏതെങ്കിലും രൂപത്തിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ചേച്ചി അവനെ ദത്തെടുത്തു. കുട്ടു എന്ന് വിളിപ്പേര് നൽകി. ഇപ്പോൾ ഇരുവരും വലിയ സ്നേഹത്തിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകും. അവന് ചോറ് വൈകിട്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ടു. അല്ലെ ഇപ്പുറത്തെ കടയിൽ പൊറോട്ട മേടിച്ചു കൊടുക്കും, ചിലപ്പോ ഈ കോഴിക്കോപ്പ് വാങ്ങിച്ചു കൊടുക്കും. പൈസയല്ല. അല്ല വൈകിട്ടേ ഈ പട്ടി നമ്മുടെ കടയിലാണ് കിടക്കുന്നത്. ഈ ചാക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സമ്മതിക്കില്ല. ആ കടിച്ചു മേടിച്ച് അവിടെ കൊണ്ടുപോകും. വേറെ ചാക്കിട്ട് കൊടുക്കണം അവിടെ. അമ്മച്ചിന്റെ പേരുണ്ടോ? പകൽ സമയങ്ങളിൽ വിജയമ്മ ചേച്ചിക്ക് കൂട്ടായും രാത്രിയിൽ കടയ്ക്ക് കാവലായും കുട്ടുവുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ വലവൂർ ബാങ്കിൽ വായ്പയ്ക്കായി ഈട് നൽകിയ സ്ഥലത്തെ തടി വെട്ടിക്കടത്താൻ നീക്കം. വൻതുക വായ്പ എടുത്തതിനു ശേഷം തുക തിരിച്ചടയ്ക്കാത്ത പാലാ അന്ത്യാളം സ്വദേശികളുടെ പുരയിടത്തിലെ തടികളാണ് ലേലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെട്ടിക്കടത്താൻ ശ്രമിച്ചത്. വലവൂർ ബാങ്കിൽ വായ്പയ്ക്കായി ഈട് നൽകിയ സ്ഥലത്തെ തടി വെട്ടിക്കടത്താൻ നീക്കം. കുടിശ്ശികക്കാർക്കെതിരെ ശക്തമായ നടപടികളാണ് ബാങ്ക് സ്വീകരിച്ചു വരുന്നത്. ലേലത്തിന് മുന്നോടിയായി വസ്തു അളന്നു തിരിക്കാൻ ബാങ്കിന്റെ സ്പെഷ്യൽ സെയിൽസ് ഓഫീസർ നോട്ടീസ് നൽകിയ സ്ഥലത്ത് നിന്നാണ് തടികൾ വെട്ടി വിൽക്കുന്നത് ബാങ്ക് തടഞ്ഞത്. ആണ്ടുകുന്നേൽ AC അലക്സാണ്ടർ, വത്സമ്മ അലക്സാണ്ടർ എന്നീ വായ്പക്കാർ ബാങ്കിന് ഈട് നൽകിയിരിക്കുന്ന വസ്തുവിൽ നിന്നും തടികൾ വെട്ടി വിൽക്കുന്നത് പാലാ പോലീസിന്റെ സഹായത്തോടെ വലവൂർ ബാങ്ക് തടഞ്ഞു. ബാങ്കിന്റെ പേരിൽ പ്രമാണമെഴുതി ഈടുവച്ചിരിക്കുന്ന സ്ഥലത്തെ വൃക്ഷങ്ങൾ വായ്പ നിലനിൽക്കെ മുറിച്ചു വിൽക്കാൻ കഴിയില്ല എന്ന് വായ്പക്കാരനെ അറിയിക്കുന്നതിനെത്തിയ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും ഉടമ ഭീഷണിപ്പെടുത്തുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതോടെയാണ് ബാങ്ക് പാലാ പോലീസിന്റെ സഹായം തേടിയത്. ന്യൂസ് ബ്യൂറോ, പാലാ. ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന വിനോദ് വേരനാനിയുടെ ആരോപണങ്ങൾ അധികാരം നഷ്ടപ്പെടുന്നത് മൂലമുള്ള ജൽപ്പനം മാത്രമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ധാരണാപ്രകാരം ഏപ്രിൽ മാസത്തിൽ വിനോദിന്റെ കാലാവധി കഴിഞ്ഞിരുന്നെങ്കിലും രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. UDF അവിശ്വാസത്തിലേക്ക് പോകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് വിനോദ് രാജിവെക്കാൻ തയ്യാറായതെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിനോദുമായിട്ട് UDF ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ധാരണ അനുസരിച്ച് 2 മാസം മുമ്പ് വിനോദ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ട ആളായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടും പുള്ളിയുടെ പുള്ളി തന്നെ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോവുകയായിരുന്നു. പുള്ളി രാജിവെക്കാത്ത സാഹചര്യത്തിൽ രേഖാമൂലം UDF പുള്ളിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് പുള്ളി രാജിവെക്കാതെ പല അടവ് നയങ്ങളും നോക്കിയെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ UDF അവിശ്വാസത്തിനുള്ള നീക്കമായി മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹം ഇന്നലെ രാജിക്ക് ഒരുങ്ങിയത്. അറിയിപ്പ്. IHRDയിൽ ആരംഭിക്കുന്ന PGDCA ഡാറ്റ എൻട്രി ടെക്നിക് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ DCA സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി എന്നീ കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SC, ST മറ്റു പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കും. www.ihdadmissions.org വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. SPA കളക്ട് വഴി ഓൺലൈനായി രജിസ്ട്രേഷൻ ഫീസ് 150, SC STക്കാർക്ക് 100 രൂപയും അടയ്ക്കണം. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നിർദ്ദിഷ്ട അനുബന്ധങ്ങൾക്ക് സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന സെന്ററിൽ 27 വൈകിട്ട് 4 നൽകണം. വിശദ വിവരങ്ങൾക്ക് www.ihrd.ac.in വെബ്സൈറ്റ് സന്ദർശിക്കുക. കോട്ടയം ജില്ലയിലെ ക്ഷീരവികസന യൂണിറ്റുകളിൽ കാറ്റിൽ കെയർ വർക്കർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കും. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം അതാത് ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ ലഭിക്കും. ഫോൺ 04812562 കേരള വനഗവേഷണ സ്ഥാപനം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ലോഗോ ക്ഷണിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് സാക്ഷ്യപത്രവും ഫലകവും സമ്മാനിക്കും. ഒരാൾക്ക് 3 എൻട്രികൾ വരെ അയക്കാം. എൻട്രികൾ 15-ന് വൈകിട്ട് 5-ന് മുമ്പ് training@kefri.org എന്ന വിലാസത്തിൽ ലഭിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജയവും പരാജയവും നോക്കി മുന്നണി മാറാനില്ലെന്ന് ജോസ് കെ മാണി. ഇടതു മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും. രാജ്യസഭാ സീറ്റിന് പകരം മറ്റൊരു പദവി ഏറ്റെടുക്കില്ലെന്നും ജോസ് കെ മാണി. CPM-ഉം കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ BJP-യെ പഴിചാരണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. CPM-ന്റേത് തരം താണ രാഷ്ട്രീയം. കോട്ടയം മുണ്ടകം ഭാഗത്തെ 200-ലധികം കുടുംബങ്ങൾ ദുരിതക്കയത്തിൽ. മഴക്കാലമായാൽ പാടത്തു നിന്നും വെള്ളം വീടുകളിൽ കയറും. മൂർഖൻ പാമ്പിന്റെ ശല്യവും രൂക്ഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.